വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കൊന്ന് കണ്ടിന്യൂറ്റി നോക്കാം. ഒരു ഫങ്ഷൻ ഒരു നമ്പറിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് at x is equal to a, then limit x tends to a minus fx. ഇവിടെ a minus fx എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ്. ലിമിറ്റ് x tends to a plus fx. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എൽ എച്ചിലും ആർ എച്ചിലും ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇത് മൂന്നും ഒരേ നമ്പർ വന്നാലേ ഫങ്ഷൻ കണ്ടിന്യൂസ് ആകത്തുള്ളൂ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിലോ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. ആ നമ്പർ തന്നെയായിരിക്കും ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ചെയ്തു പോവാം. Question number 1. F of x. നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. x less than or equal to 1, 5x greater than 1. Is the function f of x is continuous at x is equal to 0, x is equal to 1, x is equal to 2. ആദ്യം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. 0 എന്ന് പറഞ്ഞ നമ്പർ നമ്മളിതിൽ എവിടെയാണ് വരുന്നത് നോക്കണം. നമുക്കറിയാം ലെസ് ദാൻ 1 ആണ് അല്ലേ. അപ്പം നമുക്ക് എഫ് ഓഫ് 0യും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും നമുക്ക് ഇതിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. 0 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് 0. ഈ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ മതി. ഇനി എഫ് ഓഫ് 0 വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഇപ്പം നമ്മളിവിടെ 0 കൊടുത്താൽ എന്താ ഒരു എഫ് ഓഫ് 0 എന്താ 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. Limit x tends to 0 f of x is equal to f of 0. Therefore, f of x is continuous at x is equal to 0. ഇനി നമുക്ക് 1ൽ ചെക്ക് ചെയ്യാം. ഇനി 1ൽ നോക്കാം. ഇവിടെ 1x ലെസ് ദാൻ 1 ഫങ്ഷൻ ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്. നമുക്കിവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ലെസ് ദാൻ 1 അതാണ് ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് ലെസ് ദാൻ 1 എന്താണ് ഫങ്ഷൻ എക്സ്. ഇത് നമ്മളിവിടെ എഴുതുമ്പോൾ പിന്നെ ഇവിടെ മൈനസ് വേണ്ട. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു 1 റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ഗ്രേറ്റർ ദാൻ 1 ഫങ്ഷൻ എന്താണ് 5. കാരണം അവിടെ എക്സ് ഒന്നുമില്ല, ആ നമ്പർ തന്നെ വരും. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആയാലും 3 ആയിരുന്നാലും 5 തന്നെയാണ്. നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും ഡിഫറെൻ്റ് അല്ലേ. Therefore, limit x tends to 1 f of x does not exist. Therefore, f of x is not continuous എന്നത് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് at x is equal to 1. നമുക്ക് 2ൽ ചെക്ക് ചെയ്യാം.
എവിടെയാണ് വരുന്നത്? ഗ്രേറ്റർ ദാൻ 1-ലാണ് അല്ലേ. നമ്മൾ ലിമിറ്റ് നോക്കുന്നത് f(2) നോക്കുന്നതും ഏതിൽ നോക്കിയാൽ മതി? ഈ കേസിൽ. That is 5. f(2) that is equal to 5. When x greater than 1, 1-നേക്കാളും കൂടി എന്ത് നമ്പർ നമ്മൾ എക്സിന് കൊടുത്താലും അതിൻ്റെ വാല്യൂ എന്താണ്? 5. ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. Therefore f of x is continuous at x is equal to 2. Question number 2. f of x mod x by x not equal to 0 is equal to 0 when x is equal to 0. Find all points of discontinuity. Mod x is equal to x when x greater than or equal to 0. Minus x when x less than 0. The modulus function definition. Okay. Limit x tends to 0 minus fx. Limit x tends to 0. Mod x എന്ന് പറഞ്ഞാൽ എന്താ? Minus x by x. That is minus 1. Limit x tends to 0 plus fx. Right limit. Limit x tends to 0, x by x. ഇവിടെ എന്താ? ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ആണ്. Therefore limit does not exist. Therefore f of x is not continuous at x is equal to 0. Therefore f of x is discontinuous at x is equal to 0. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എപ്പോഴും ഇൻറ്റിജറിന് ഒരിക്കലും കണ്ടിന്യൂസ് അല്ല. നമുക്കതിനെ ബേസ് ചെയ്ത് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. f of x ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ മറന്നു പോയെങ്കിൽ ഒന്ന് പറയാം. ഇപ്പം നമ്മൾ 2 എഴുതിയ 2 തന്നെയാണ്. -2.7 ഇതിന് തൊട്ട് മുമ്പ് നിൽക്കുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -3. 3.14 ഏതാണ്? 3. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂസ് points f of x in open interval -2, 5. f of x in the greatest integer. Greatest integer function is always discontinuous at all integral points. ഒരു ഇൻറ്റിജറിനും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇതിൽ ഏതൊക്കെ ഇൻറ്റിജർ വരാം? -2, 5 ഇടയ്ക്ക് -1, 0, 1, 2, 3, 4. 1, 2, 3, 4, 5, 6. അപ്പോൾ ആൻസർ എന്ത് വരും? 6 പോയിൻറ്റ്സ്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നെങ്കിലോ -2, 5 കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 8 വരുമായിരുന്നു. ഇത് രണ്ടും ഓപ്പൺ ആണ്. ആൻസർ 6 പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്.
Find a relation between A and B. F of x, ax plus 1, x greater than or equal to 3, bx plus 3, less than, bx plus 3, x greater than 3. F of x is continuous at x is equal to 3. Find a relation between A and B. F of x is continuous at x is equal to 3. Find. നമുക്കറിയാം കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എഫ് ഓഫ് 3 ഇത് മൂന്നും ഈക്വൽ ആവണം അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് എക്സ്. 3 പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് നോക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 3 ഇതിൽ കൊടുക്കുക. ബി എക്സ് പ്ലസ് 3 that is equal to 3 limit x tends to 3 ax plus 1. Replace x by 3. 3b plus 3 3a plus 1. 3b is equal to 3a plus 2. അപ്പോൾ ആണെങ്കിൽ 3 വെച്ച് ഡിവൈഡിങ് 8 10 by 3. b is equal to a plus 2 by 3. One minus 3 minus 2. 3b is equal to 3a plus 1 minus 3. 1 minus 3 minus 2. Next question. Find K. F of x, k cos x by pi minus 2x, x not equal to pi by 2 is equal to 3, x is equal to pi by 2. Question ഇതാണ്, find k, f of x is continuous at x is equal to pi by 2, find k. f of x കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2. അപ്പോൾ ആദ്യം നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x. ഇവിടെ നമ്മൾ പൈ ബൈ 2 കൊടുത്താൽ കോസ് 90 എന്താ 0, പൈ മൈനസ് പൈ എന്താ 0, 0/0 ഫോം വരും അല്ലേ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഒരു മെത്തേഡും കിട്ടിയില്ലെങ്കിൽ ഈ മെത്തേഡ് കൊടുത്താൽ മതി. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 പ്ലസ് എച്ച്, ദിസ് നമ്പർ പ്ലസ് എച്ച്. എക്സ് ടെൻസ് ടു പൈ ബൈ 2 implies h tends to 0. Limit h tends to 0 k into cos pi by 2 plus h pi minus 2 into pi by 2 plus h. Limit h tends to 0 cos 90 plus theta എന്ത് വരും
90 വന്നാൽ കോസ് വരും, കോസ് സൈൻ ആകും. ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് കോസ് ഈസ് നെഗറ്റീവ്. മൈനസ് സൈൻ എച്ച്, പൈ മൈനസ് പൈ മൈനസ് 2h, പൈ ക്യാൻസൽ. മൈനസ് ബൈ മൈനസ് പ്ലസ് k/2 ഓടിച്ചിട്ട് എടുക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്. സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് 1. k/2. എഫ് ഓഫ് π/2 നമുക്ക് തന്നിട്ടുണ്ടല്ലോ 3. എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു f of π/2 implies k/2 is equal to 3. So k is equal to 2 into 3, 6. Question number 6. f of x 5, x less than or equal to 2, ax plus b less than x less than 10 is equal to 21, x greater than or equal to 10. That's question. f of x is a continuous function, find a and b. അപ്പോൾ കണ്ടിന്യൂസ് ആകുമ്പോൾ 2, 10 എല്ലാത്തിനും കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ. നമുക്കിവിടെ ചെക്ക് ചെയ്യാവുന്ന ഏതൊക്കെ നമ്പേഴ്സാണ്? 2ഉം 10ഉം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സ്. ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്കിങ്ങനെ എഴുതാം. 2 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2 എഴുതി കൊടുക്കണം. ax plus b that is equal to limit x tends to 2 x less than 2 5. ഇവിടെ x നമ്മൾ 2 കൊടുത്താൽ എന്ത് വരും? 2a plus b is equal to 5. Equation number 1. ഇനി ഇതേപോലെ നമുക്ക് 10 നോക്കാം. ലിമിറ്റ് x tends to 10 minus fx. Limit x tends to 10 plus fx. ax plus b 21, x greater than 10. ഇവിടെ എക്സിന് 10 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 10a plus b is equal to 20. Equation number 2. Solving 1 and 2. 2a plus b is equal to 5. The same sign ആണല്ലേ. പോസിറ്റീവ് 1 പോസിറ്റീവ് 1. ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 8. a is equal to 16/8. ചെറിയ നമ്പറുള്ള ഇതിൽ കൊടുത്താലും മതി. 2 into 2 4. Substituting here we get 4 plus b is equal to 5. 4 right side പോകുമ്പോൾ 5 minus 4. a is equal to 2, b is equal to 1. minus 1 1 minus 2 4.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫിഗർ മാത്രം തന്നിട്ട് നമുക്ക് 2 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ ഫങ്ഷൻ 1. സെക്കൻഡ് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി. നോക്കാദ്യം നമുക്ക് ഫങ്ഷൻ എന്താണെന്ന് എഴുതണം. നോക്കി -1 സ്ക്വയർ 1, -2 സ്ക്വയർ 4 അല്ലേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ 1 വന്ന് 1, 2 വന്ന് 2, 3 വന്ന് 3. അങ്ങനെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെൻ എക്സ് ലെസ് ദാൻ 0 ഈസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇവിടെ 0യിൽ നമുക്ക് ചെക്ക് ചെയ്താൽ മതി കണ്ടിന്യൂറ്റി അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമ്മൾ 0യിൽ മാത്രം ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഇതിൽ മാത്രമേ നോക്കുകയുള്ളൂ. ഇപ്പം -2 ആണെങ്കിലും -3. ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 ആയാലും എഫ് ഓഫ് -3 ആയാലും നമ്മൾ ഏതിൽ നോക്കും? ഇതിൽ മാത്രമേ നോക്കുകയുള്ളൂ. കണ്ടിന്യൂറ്റി ആവും, കണ്ടിന്യൂസ് ആവും. ഇനി അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 0, ഇപ്പോൾ 2 അല്ലെങ്കിൽ 10, ഇതിൽ മാത്രമല്ലേ നോക്കുകയുള്ളൂ. എഫ് ഓഫ് 10 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 10, എഫ് ഓഫ് എക്സും 10 ആണ്. പക്ഷേ 0 എന്ന് വരുമ്പോൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സെപ്പറേറ്റ് ആണ്. നമ്മളിവിടെ ലെഫ്റ്റ് റൈറ്റ് ചെക്ക് ചെയ്യണം. 0 മൈനസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എഫ് ഓഫ് 0 അതും എന്താ 0. 3 ഈക്വലായി അല്ലേ. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് 0യും ഈക്വലായി. therefore limit x tends to 0, f of x is equal to f of 0. Therefore f of x is continuous. At x is equal to 0, ബാക്കി എല്ലാത്തിലും കണ്ടിന്യൂസ് ആണ്. Therefore f of x is a continuous function. ഇതേ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല. നമുക്ക് അടുത്ത ഡിഫറൻഷിയേഷനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇത്രയും പഠിക്കുക. ഈ ഫിഗറിൽ ഇത്രയും പഠിക്കുക. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക്സ്.